നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. 2026-2027 അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായും സുരക്ഷിതമായും പൂർത്തിയാക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാലയങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. റവന്യൂ, വിദ്യാഭ്യാസം, മോട്ടോർ വാഹനം, തദ്ദേശ സ്വയംഭരണം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, ഡിവൈഎസ്പിമാർ, SHOമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കർശന നടപടികൾ നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും വിപുലമായ മാർഗനിർദ്ദേശങ്ങളാണ് തൃശൂർ റൂറൽ പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുട്ടികൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നത് തടയുക, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നടപടികൾ സ്വീകരിക്കുക എന്നിവയ്ക്ക് മുൻഗണന നൽകും. മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പുമായി ചേർന്ന് സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധനകളും റെയ്ഡും ശക്തമാക്കും. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്കൂൾ പരിസരങ്ങളിലെ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ മുറിച്ചു മാറ്റുക, വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അവ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സ്കൂൾ വാഹനങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, സ്പീഡ് ഗവർണർ, ഫയർ എക്സ്റ്റിങ്ഷർ എന്നിവ നിർബന്ധമാണ്. കൂടാതെ സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇത്തരം വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സ്കൂൾ വാഹനങ്ങൾക്ക് ടെസ്റ്റഡ് OK സ്റ്റിക്കറുകൾ പതിക്കും. രാവിലെയും വൈകിട്ടും സ്കൂളിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതുമായ സമയത്ത് ടിപ്പർ ലോറികളുടെ സർവീസ് പൂർണ്ണമായും നിരോധിക്കും. സ്കൂൾ പരിസരങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ PTA, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ പ്രവർത്തനം സജീവമാക്കും. കുട്ടികൾക്കായി റോഡ് സുരക്ഷ, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, സൈബർ സുരക്ഷ എന്നിവയിൽ പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിക്കും. ഓരോ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ സമയക്രമത്തിൽ നേരിയ വ്യത്യാസം വരുത്തി ജംഗ്ഷനുകളിലെ തിരക്ക് കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിക്കും. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPI ഇരിങ്ങാലക്കുട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബെന്നി വിൻസെന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KS പ്രസാദ്, വർധനൻ പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, CNGയുടെ വില വർദ്ധിപ്പിക്കുന്നു, LPGയുടെ വില വർദ്ധിപ്പിക്കുന്നു. ഇന്നൊരു ഗാർഹിക സിലിണ്ടർ പോലും കിട്ടണമെങ്കിൽ 993 രൂപ കൊടുക്കണം ഒരു സിലിണ്ടറിന് എന്ന രീതിയിലേക്ക് ഇന്ത്യൻ സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്. ഇതിനെല്ലാം ആധാരമായി ഇവർ പറയുന്നത് പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങളിൽ വേണ്ടത്ര ഇന്ധനം രാജ്യത്തേക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ് കാരണമായി ഇവർ പറയുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു യുദ്ധ വിളംബരം പോലെയുള്ള സാഹചര്യവും ഈ അന്തർദേശീയ തലത്തിൽ തങ്ങി നിന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നത് അത്തരമൊരു സാഹചര്യം സംജാതമാകുകയാണ്, ആവശ്യമായുള്ള ഇന്ധന ശേഖരം രാജ്യത്തിനകത്ത് നടത്തണമെന്നുള്ളതാണ്. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യവും ഈ രാജ്യത്ത് BJPയുടെ സർക്കാർ നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത.
ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ SPC നടപ്പിലാക്കുന്ന ഫ്രണ്ട്സ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ കുട്ടികൾക്ക് നടപ്പിലാക്കുന്ന സ്കൂൾ ഓപ്പണിംഗ് കിറ്റിന്റെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ജെയ്ഫിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ CM സ്വാഗതവും ലക്ഷ്മി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് കൂടുതൽ ശക്തിയും അതേപോലെ തന്നെ അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 മണി നേരത്തൊക്കെ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ പേടിയാവും നമുക്ക്. കാരണം ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ കാലഘട്ടത്തിലൊക്കെ തന്നെ അറിയാൻ സാധിച്ചത് ആ കാലഘട്ടത്തിലാണ്. അന്നൊക്കെ തന്നെ കാക്കിയിട്ട കുറേ ആളുകൾ ഈ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതേപോലെ തന്നെ NCC കുട്ടികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാക്കിയുടെ വില മനസ്സിലായ നമ്മൾ സാധാരണ അവരെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പോലീസുകാരെ സംബന്ധിച്ച് സമാധാനപരം നിൽക്കുക. കാരണം അവരൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് സമാധാനം, കാരണം അവര് ജനങ്ങളൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട്. അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ SPC കാഡറ്റുകളുടെ ഇവരൊക്കെ പഠിപ്പിലൊക്കെ തന്നെ ആ ക്ലാസ്സിലൊക്കെ തന്നെ നന്നായി ഇവരെ പഠിപ്പിച്ച അധ്യാപകരും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് വിചാരിക്കുന്നത്. പുറം രാജ്യങ്ങളൊക്കെ തന്നെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പണ് സഹായിച്ച് ഒരു ഊണുപണി പോലെയാണ് അവർ പ്രവർത്തിക്കുക. ഇവിടെയും അതേപോലെ തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ തന്നെ. കാരണം കേരളത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ കാരണം കേരളത്തിൽ അതേപോലെ തന്നെ പുറം രാജ്യത്ത് നടപ്പിലാക്കിയ പോലെ തന്നെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ നടപ്പിലാക്കിയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇരിഞ്ഞാലക്കുടയും അതേപോലെ തന്നെ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. കാരണം ജനങ്ങളെ സഹായിക്കുക. ഓരോ പ്രദേശത്തും അവിടെ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ക്ലബ് അടിസ്ഥാനത്തിലൊക്കെ കൂടിയിരുന്ന് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രദേശത്ത് വരും. അവിടെ നടക്കുന്ന അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഇക്കണ്ട വാര്യത്ത് മാധവൻകുട്ടി വാര്യരുടെയും അവിട്ടത്തൂർ വാര്യത്ത് ഭാർഗവി വാരസ്യാരുടെയും മകൻ അജിത് കുമാർ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 അവിട്ടത്തൂർ വാര്യത്ത് നടക്കും. മിനി ഭാര്യയും വൈഷ്ണവി, സായ്കുമാർ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.